രാജ്യങ്ങളിലെ സ്വദേശികളുടെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് പക്ഷിവേട്ട. വിജനമായ മരുഭൂമിയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നാടൻ ആയുധങ്ങളും വേട്ടപക്ഷികളുമായി ദേശാടന കിളികളെ പിടികൂടുന്ന വിനോദം പണ്ടുകാലം മുതലേ പിന്തുടരുന്ന ഒന്നാണ്. എന്നാൽ പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും കാത്തുസൂക്ഷിച്ചും അവയുടെ നിലനിൽപ്പ് ഉറപ്പാക്കിയുമാണ് ഓരോ സീസണിലും പക്ഷിവേട്ടയ്ക്ക് അധികൃതർ അനുവാദം നൽകുന്നത്. ഖത്തറിലെ പുതിയ വേട്ടയാടൽ സീസണിന് ഇതിനകം തുടക്കമായി കഴിഞ്ഞു. സെപ്റ്റംബർ 1 തുടങ്ങി ഫെബ്രുവരി 15 വരെ നീണ്ടു നിൽക്കുന്നതാണ് പക്ഷിവേട്ടക്കാലം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ് വേട്ടയാടാൻ അനുവാദം നൽകുന്നത്. വേട്ടയാടപ്പെടുന്ന പക്ഷികളിലും വേട്ടയാടുന്ന രീതികളിലുമുണ്ട് നിയന്ത്രണങ്ങൾ. ഇവ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സ്വദേശികൾ ഏറെയും വേട്ടയാടുന്ന പ്രധാന പക്ഷിയാണ് ഹുബാറ. ഫാൺകൺ പക്ഷിയെ പറത്തിവിട്ടാണ് ഹുബാറയെ വേട്ടയാടി പിടിക്കുന്നത്. മറ്റു മാർഗങ്ങളിലൂടെ ഹുബാറയെ പിടികൂടുന്നതിന് നിരോധനവുമുണ്ട്. പാരമ്പര്യേതര മാർഗങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പക്ഷിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബേർഡ് കോളർ തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല. വേട്ടയാടുന്ന സ്ഥലങ്ങളിലുമുണ്ട് മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ. പ്രകൃതി സംരക്ഷിത കേന്ദ്രങ്ങൾ, പൊതു പാർക്കുകൾ, തോട്ടങ്ങൾ, നഗരപരിധികൾ എന്നിവയ്ക്കുള്ളിൽ പക്ഷിവേട്ട പാടില്ല. അൽ ഹുബാറ, യൂറോഷ്യൻ ഗോൾഡൻ ഓറിയോൾ, മരുപ്പക്ഷി എന്നറിയപ്പെടുന്ന ഡെസേർട്ട് വീറ്റിയർ, നെന്മണിക്കുരുവി എന്നറിയപ്പെടുന്ന ഇസബെല്ലൻ വീറ്റിയർ, യൂറോഷ്യൻ സ്റ്റോൺ കാർലിയോ തുടങ്ങി 10ഓളം പക്ഷികളാണ് വേട്ടയാടാൻ അനുമതിയുള്ള പട്ടികയിലുള്ളത്. അതേസമയം കാട്ടുമുയൽ, ഒട്ടകപക്ഷി, ചെറുമാൻ, ഹണി ബാഡ്ജർ തുടങ്ങിയ ഏതാനും ഇനങ്ങളുടെ വേട്ടയ്ക്ക് കർശന വിലക്കുമുണ്ട്.